പോരും. ഇത് കരക്കോട്ടിട്ടേക്കാം. അടങ്ങളാ ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മളിന്ന് ശ്രീമൂലം കായലിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊള്ളാത്തൂർക്ക് കയറാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ തോട് വഴിയാണ് പോകേണ്ടത് കേട്ടോ. അത് ഈ വിളക്ക് വരെ നിൽക്കുന്നതാണ്. ഈ തോട് വഴിയാണ് നമുക്ക് അകത്തോട്ട് പോകേണ്ടത്. നമ്മൾ ഈ ശ്രീമൂലം കായലെന്ന് പറയുന്ന നേരത്ത് ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ. കായലല്ല, ഇതേക്കണത് പാടമാണ്. അപ്പം പാടത്തിൻ്റെ പേരാണ് ശ്രീമൂലം. അപ്പം നമ്മുടെ കായൽ ഏരിയയിലേക്കുള്ള എല്ലാ പാടങ്ങൾക്കും കായൽ കൂട്ടിയാണ് പേര് വരുന്നത്. ഇത് കൈനകരി ടെർമ ഇരിക്കുന്ന കായലാണ് കേട്ടോ, മീനപ്പള്ളി കായൽ. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞില്ല, ഈ മീനപ്പള്ളി കായലിൻ്റെ പടിഞ്ഞാറ് വശത്തില്ലേ ആ വള്ളം ഓടിപ്പോണതിൻ്റെ തൊട്ടപ്പുറമായിട്ട് കാണാമില്ലെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. പടിഞ്ഞാറ് വണ്ട, ഈ കായലിൻ്റെ പടിഞ്ഞാറ് വണ്ടയിലൊരു 3 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുവാണ്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണം, ഒന്ന് അറിയിച്ചേക്കണം. നമ്മൾ ഈ തോട് ഓടി ഇറങ്ങുന്നത് കൈനകരി ആറ്റിലേക്ക് കേട്ടോ, കൈനകരി ആറ്റിലേക്ക്. അച്ഛനൊക്കെ പണിക്ക് വയ്ക്കൊണ്ടിരുന്ന വെള്ളമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ കാഴ്ച ഓരോ ഹൗസ് ബോട്ടിൽ വന്നാലും കാണാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഈ തോട് വഴി 1 or 2 ചെറിയ ഹൗസ് ബോട്ട് മാത്രമേ പോകത്തുള്ളൂ, വളരെ ചുരുക്കം 1 or 2. പിന്നെ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പാടമാണ് കേട്ടോ. പാടത്തിൻ്റെ നടുക്ക് വട്ടം ഓരോ വീടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ കാഴ്ച കാണണമെങ്കിൽ സർക്കാരിൻ്റെ ബോട്ടിൽ തന്നെ വരണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഈ ചെറിയ തോട് ഇറങ്ങി ചെല്ലുന്ന വലിയൊരു കായലിലേക്ക് ഇറങ്ങും. ആ കായൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറുന്ന ഒരു ചെറിയ തോട്ടിലേക്കാണ്. ബംഗാളി സാഗട്ടായത്. നമ്മളെ ഈ വാട്ടർ ലെവലിനെക്കാട്ടി എന്തുമാത്രം താഴെയാണ് ആ വീടുകളൊക്കെ ഇരിക്കുന്നതെന്നൊന്ന് നോക്കിക്കുക. പിന്നെ വാട്ടർ ലെവലിൽ നിന്ന് ഒരുപാട് കാണാം വീടുകളിരിക്കുന്നത്. പ്രളയത്തിനൊക്കെ ഈ പെര വരെ മുങ്ങിപ്പോയതാണ് കേട്ടോ. വളർത്തുമീനും വാളയും ഇഷ്ടം പോലുള്ള കായലാണ് കേട്ടോ. അപ്പം ചൂണ്ടക്കാരൊക്കെ ആണെങ്കിൽ ഈ കൈനകര പള്ളിയുടെ നേരെ പുറയിലെ കായലാണ് ഇത് കേട്ടോ. വേണാട്ടുകാട് വഴിയാണ് വരുന്നതെങ്കിൽ ഇനിയിപ്പം വേണാട്ടുകാട് വന്നിട്ട് നേരെ പതിനമ്പടം അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലെ കായലായത്. ചൂണ്ടയടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിൽ അവിടെ അതിൽ ആ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പെരയുണ്ട് പൊളിച്ചു കിടക്കുന്നത്.
നമ്മളവിടെയൊക്കെ വല വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ കരുന്നയുടെ ബഹളമായതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങോട്ട് വരാത്തത്. ഈ കായലിലേക്ക് കൈനഗരി ആറ്റിൽ നിന്നും അപ്പുറം വേണാട്ടുകാട് ആറ്റിൽ നിന്നും മീൻ ഈ കായലിനകത്തോട്ട് കയറിയാൽ പിന്നെ ഈ കായലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകത്തില്ല. മീൻ ഇവിടെ തന്നെ പെറ്റ് പെരുകി ഭയങ്കരം വളർത്തു മീനും വാളയുള്ള കായൽ. ഇവിടുന്ന് വാളയാണ്. നമ്മുടെ സഹോദരങ്ങളാണ് കേട്ടോ. അതിൽ മുന്നിന്ന് പോകുന്നു. നമ്മൾ വിനേഷ് ബ്രോ ഇല്ല, അവിടെ തപ്പുന്നു. നമ്മുടെ അപ്പൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ അപ്പോട്ടോട്ട് വല വെച്ചിട്ട് ഇവിടുന്ന് അങ്ങ് തിരിക്കുക കേട്ടോ. നമ്മളേത് നമ്മൾ അളിയച്ചാരാ കേട്ടാ. അളിയ പേരെന്ന് പറഞ്ഞ അളിയ? എൻ്റെ പേര് ബിനീഷ്. അളിയനുമായിട്ട് നമ്മൾ 1-2 കുഴിയൊക്കെ കോരിയിട്ടുള്ളേ കേട്ടാ. ഈ മുള്ളൻ്റെ പുറത്തിരുന്ന് ഇപ്പം കിട്ടിയത് അളിയന്. നോക്കിയേ കണ്ടോ, അളിയനെയും കുഞ്ഞിനെ കാണണ്ട. അളിയ അപ്പം നമ്മളെ ആ കുഴി കോരുമ്പം പറയണേ. പറയാം കേട്ടോ, ചോദിക്കട്ടെ. നമ്മളതിൽ ആ കുഴി നമ്മളായിരിക്കും കോരുന്നത് കേട്ടോ. നമ്മളെ വാവച്ചയാണ് എല്ലാ വർഷവും അത് കോരിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വാവച്ച് നമ്മളും കൂടെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അത് വളർത്തുകയും പിടിച്ച മുള്ളൻ ചെമ്മീനിരിക്കുന്നുണ്ട് ചത്ത്. ആ ചെമ്മീൻ നമ്മളിപ്പം കരച്ചേർത്തിട്ടാലും ചീഞ്ഞ് പോകത്തല്ല. അതാ നമ്മൾ ആ ചെമ്മീൻ എടുക്കുക. എന്തേപ്പാ അപ്പാപ്പി കൊഞ്ച്. ഒരു മുള്ളു കാലൊക്കെ കൊള്ളുന്നല്ലോ അപ്പ. പപ്പാ എന്തോ കരോട്ടാവല്ലേ വെച്ചേ. ഇത് കരക്കോട്ട് കയറ്റിയാക്കട്ടെ. ഇത് വയമ്പ് ഒരം പോയല്ലോ. ഇത് കരക്കോട്ട് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് 3 കൊഞ്ച് കിട്ടിയിട്ടോ. ഞാൻ കാണിച്ചു തരാം. മൂടി വെക്കുക. നമ്മളെ വലയിൽ അപ്പം നിൽക്കുന്നത് ഇങ്ങോട്ട് കുത്തി കേട്ടെ. അവിടം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തടവലയില്ല അവിടെ ഇറക്കും. അല്ല നമ്മൾ അങ്ങ് പൊക്കത്തുനിന്ന് ഇങ്ങോട്ട് തപ്പി വരുക. കരിമീൻ തൂളിയാ
നോക്ക് താന്നായിരുന്നു. അയ്യോ ഹോ, ഇവിടെ ഇപ്പം മുട്ടിയായിരുന്നു. ഇത് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് കണ്ടോ ചെമ്മീൻ വേണ കൊഞ്ച് മുട്ടക്കൊഞ്ച കേട്ടോ. ആ അതെ താഴെ നോക്ക്. ഇത് കളഞ്ഞാക്കട്ടെ എന്നാ മണം അടിച്ച് ഇട്ട് കളഞ്ഞാക്കട്ടെ. മണം അടിച്ചെന്ന് കൊഞ്ച് പോയ ഓക്കെ. ഈ മുള്ളൻ്റെ അകത്ത് കൊഞ്ചിന് മേലോട്ട് പൊങ്ങി വരാനുള്ള ഇത് കാണത്തില്ല. അതാ ഈ മീനൊക്കെ ഇത് മുരച്ച് ചത്തുപോണത്. അണ്ണന് സൈഡിൽ നിന്നായിരുന്നു അതോ ഈ ഇടയ്ക്കുന്നായിരുന്നോ കൊഞ്ച് കിട്ടിയത്? അണ്ണന് കൊഞ്ച് കിട്ടിയത് ഇടയ്ക്കുന്നായിരുന്നു. പൊടിമീനാണ് വല മസിൽ കയറി. എന്നാണ് മുരിയ നോക്ക്. നോക്കട്ടെ നമ്മൾ അവിടെ നിന്നോട്ട് ട്രക്ക് വന്നിട്ട് നമ്മൾ ഇത് ഇന്ന് ഈ കൊഞ്ചിനെ പിടിച്ചില്ലെങ്കിൽ ഇന്ന് ചത്തുപോകും. അതാണ് കാരണം ഇതിന് പൊങ്ങാനുള്ള അവസരം പോലും ഇല്ല ഈ മുള്ളനകത്ത്. നമ്മളെ അവിടെ തടവല കുത്തിവെച്ചും നമ്മളെ ഉള്ളുമ്പലയുടെ പരിസരത്ത് നമ്മൾ വന്നേട്ടെ. ഞാൻ നിൽക്കുന്നില്ല പൊടി പള്ളത്തിയാണ് നിൽക്കുന്നില്ലേ. പള്ളത്തിൽ നിന്ന് തൂളിക്കുഞ്ഞില്ല ആ ഊടുന്നു. അപ്പുറം നമ്മളെ സഹോദരങ്ങൾ തന്നെയാണ് കേട്ടോ. ഒട്ടക്കാളിയാണ് അപ്പോൾ വല മറിക്കുന്നു. നമ്മളിപ്പോൾ ഇറങ്ങാനായിട്ട് പോവുക കേട്ടോ. എന്തോ ഒരു വലുത് നമ്മുടെ വലയ്ക്കകത്തില്ല ആ തെളിവിനായിട്ട് കിടന്ന് തൊടയുന്നുണ്ട് കേട്ടോ. തൊടയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാല് കൊണ്ടിങ്ങനെ അടിച്ച് മറിയുന്നുണ്ട്. ഇതേ തീർത്ത് വരുന്തോറും അവിടുന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. കുറുവ ആൾക്കാരി പോവാണ്. നല്ല ചീർമീനല്ല തൂളി. തൂട്ടി തൂളിയാണോ അതോ?
നമ്മളെ വല അങ്ങോട്ട് അടുപ്പിക്കുക കേട്ടോ. തന്നെയാണോ? എന്തായി പരിപാടി? എവിടെ ഇറങ്ങിയില്ലേ? ഇറങ്ങിയില്ലേ? പോണ ഓണത്തിനൊക്കെ നിങ്ങൾ ഇവിടെ കിടന്ന് തകർത്ത് വരുമായിരുന്നു പറഞ്ഞാൽ. ആണോ? എന്നാ അയ്യനാട് എങ്ങനെയാണോ കുഞ്ചു കിടന്നുണ്ട്? രാവിലെ വന്ന് പെറുക്കി കിട്ടിയായിരുന്നു. രാവിലെ വന്ന് പെറുക്കി ഈ പൊങ്ങിക്കിടക്കുമായിരുന്നു പെറുക്കി ഓരോരുത്തർ. ചെമ്മീൻ. ഓ ചെമ്മീൻ്റെ കാര്യം ഒന്നും പറയാനില്ല. അവിടെ കണ്ട അവിടുന്ന് അങ്ങോട്ടും കിഴക്കോട്ടും തെളിവാ. ഇത്ര മുള്ളനില്ല. അങ്ങനൊന്നും ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടാകാവുന്നതില്ല. ആ മൂന്നും കൂടിയ കവലയിൽ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ആ ഞങ്ങളുടെ തോട്ടമൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളെ ഇപ്പം തൂളിയാണ് കൂടുതലും കണ്ട കേട്ടോ. വേറെ ഒന്നും നമ്മുടെ കയ്യെ മുട്ടിയില്ല. തൂളിയും കുറുവാക്കുന്നു. അപ്പുറത്ത് നമ്മുടെ ഡോക്ടർ പരിശോധിക്കുക. പിന്നെ നിങ്ങൾ ഇത് കണ്ട ആമ്പാണ്. ഈ ആമ്പ ഇത് നെയ്യാമ്പയാണ് കേട്ടോ. ഈ നെയ്യാമ്പെന്ന് പറയുമ്പം നമ്മളെ മറ്റേ ആമ്പ കണക്കല്ല. മറ്റേ ആമ്പെന്ന് പറയാൻ നേരത്ത് ഒരു 10 മണി 10:30 ആകുന്നിടത്ത് ഇതിങ്ങനെ മുട്ടുപോലെ ഇങ്ങനെ കൂമ്പിപ്പോവും. അത് പിറ്റേ ദിവസം ഇത് വിരിയും. പക്ഷേ ഈ നെയ്യാമ്പ അങ്ങനെയല്ല കേട്ടോ. നെയ്യാമ്പ ഫുൾ ടൈം ഇങ്ങനെ വിരിഞ്ഞ് തന്നെ ഇരിക്കും. ഇന്നാൾ നമ്മളൊരു സബ്സ്ക്രൈബർ ആമ്പ കാണാൻ വന്നിട്ട് ആമ്പ കാണാൻ പറ്റിയില്ലായിരുന്നു. കാരണം അത് മുട്ട് കണക്കായിപ്പോയി. നമ്മുടെ സഹോദരൻ ശ്രീകുമാരൊക്കെ അപ്പുറത്തല്ലാണ്. അവിടെ ഒരു മോട്ടോറുണ്ട്. ആ മോട്ടോറായാലും നമ്മളെ ഇല്ല ആ നോക്കത്താ ദൂരത്തുനിന്ന് നമ്മളിങ്ങോട്ട് തപ്പി വന്നു കേട്ടോ. ആ മുള്ളനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് മാറ്റി അപ്പം 2 പേരുടെ പണിയെന്ന് പറയുന്നത് ചില ഹെവി പണിയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പം ഇങ്ങനെ ഈ പകുതി കൊണ്ട് നമ്മൾ കിഴക്കോട്ടും ഉരുട്ടി വെക്കുക, ഈ പകുതി കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഉരുട്ടി വെക്കുക. തൂളി ഒന്നും ഒറ്റ നമ്മളെ വലയുടെ മേലൊക്കെ ചാടിപ്പോകുന്നുണ്ട്. അതങ്ങനെ കുറുവ കുഞ്ഞു ഒന്നും ഒറ്റ ചാടിപ്പോകുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതിനെക്കാട്ടും കൂടുതൽ തൂളി അല്ലേ കാണും. അടുത്ത തൂളി കാലമാണ്. ഒരെണ്ണം പിടിച്ച് എറിയാൻ നേരത്തത് ഒരെണ്ണം അടുത്ത വരിക. തൂളി നിറഞ്ഞിരിക്കുവാണല്ലോ. ഒരു കരിമീൻ പള്ളത്തി. ഇപ്പോഴാണ് കേട്ടോ നമുക്കൊരു കരിമീൻ പള്ളത്തി കാണുന്നത്. മറ്റേ വലുതാണോ പറഞ്ഞത്? വാളയുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ മുട്ടിയാണ് അല്ലേ? അപ്പം അവന്മാരങ്ങനെ പൊക്കി വെച്ച് വാള മുട്ടിയിട്ടുണ്ട്. ഇവിടെ മുറിച്ചിട് വലിച്ചില്ല. അതിൻ്റെ അകത്തൊന്നും ഇങ്ങ് പോരും. പിന്നെ അങ്ങ് എടുത്ത് വലിച്ച് പോകേണ്ടി വരും. ഇത് കണ്ടോ കുറുവക്കുഞ്ഞെല്ലാം കൂടെ കീറി നമ്മുടെ വലയൊക്കെ. കൊള്ളാം. ഈ വല മൊത്തം കുറവ് ഉടക്കല്ലേ? ആ ഊര് ഇപ്പം നമ്മളെ നമ്മുടെ തടവല നമ്മളിങ്ങനെ കുത്തി കേട്ടോ. ഇനി നമ്മൾ ഉള്ളും വലയുടെ എൻഡാണ് ഇത്.
ഇനി ഈ ഉള്ളുമ്പല ഇങ്ങ് അറ്റം വല ഇത് ഈ വല ഇനി കറങ്ങി ഇനിയിപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ചേർക്കും. കളക്കിയ ഇപ്പം ഈ വല മീൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതുങ്ങളെ നോക്കി വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒന്ന് ഞാൻ അവിടെ ചവിട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഇളക്കല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇളക്കമുള്ളൂ. നമ്മുടെ വലിയ വല കറക്കി കുത്തി കേട്ടോ. ഇനിയിപ്പോൾ ഈ മുള്ളനും കൂടെ മാറ്റാൻ നേരത്ത് നമ്മുടെ പരിപാടി കഴിയും. നിന്നൊരുക്കണ്ട, മൊത്തം തൂളിയാ കേട്ടോ. ചാത്തി 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 കറക്കി കിട്ടാക്കട്ടെ. രാവിലെ കൊഞ്ച് പൊങ്ങി കിടന്നിട്ട് ഓരോരുത്തരെ പെറുക്കിക്കൊണ്ട് പോയിരുന്നു. തൂളിയാണ്. അവന്മാർ ആ പറക്കുഴി നടിച്ച കാരണം വാള കാണുന്നുണ്ട്. കരിമീൻ വളച്ച് കുഞ്ഞാട്ടെ. ഇത് ഇവിടുത്തെ കിടന്നാലും 2 ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. അണ്ണാ ഉരുട്ടാണ് കുറേശ്ശെ മാറ്റണം. പിടിച്ച് കറിക്കും മൂളി വരുന്നുണ്ട്. അപ്പം ഇവിടെ കയ്യിലൊരു വളർത്തുമീൻ ഇരിപ്പുണ്ട് തന്നെ. ഒരു കിലോ മാത്രമുള്ളൂ. അത്ര വെള്ളത്തിൽ ആണോ? കുറച്ച് ഈ പള്ളക്കാണ് മൊത്തം വരുന്നത്. കുടഞ്ഞു കയറ്റണ്ട. ഇങ്ങോട്ട് വരാനൊരുപാട്. അണ്ണ ഞാൻ ചുരുക്കിയെടുത്തണ്ണ കൊള്ളാം. ഇവിടെ പാല് ഒരുപാട് ചുരുക്കി ചുമ്മാ ലൂസ്. കുറച്ച് പാല് ചുരുക്കിയാണ്, കുറെ ലൂസ്. എന്താ ഇത് ചവിട്ടുന്ന ഇത് കണ്ട ചുമന്ന്. ഇത് അപ്പാപ്പി കൊഞ്ച് കേട്ടോ. ഇത് അപ്പാപ്പി കൊഞ്ച്. ഇത് താമരക്കാരൻ. കുഞ്ഞിൻ്റെ വ്യത്യാസം മനസ്സിലായോ?
ഇത് താമരക്കാല്, ഇത് അപ്പാപ്പിക്കൊഞ്ച്. ഇത് നമുക്ക് രാവിലെ കിട്ടിയത്. രാവിലെ നമുക്ക് ഈ മുള്ളൻ്റെ പുറത്ത് പൊങ്ങാൻ കഴിവില്ലാതെ ചത്ത് കിട്ടിയത്. ഡോക്ടർ മഹാദേവൻ, ജോൺസി, വിനേഷ്. പ്രാണനുണ്ടല്ലേ? ഞാനത് നോക്കിയ പോലും ഇല്ല. വല ചവിട്ടി. വെള്ളത്തിൽ അങ്ങോട്ട് തലവെക്കുന്ന വെച്ചോട്ടെ. മുള്ളൻ ഇങ്ങോട്ട് വന്നോട്ടെ. മുള്ളനും എടുക്കും. നല്ല വൃത്തിയായിട്ട് എടുക്കാൻ ഒന്നുകൂടെ വൃത്തിയാക്കാവാ. ഒന്നുകൂടെ വൃത്തിയാക്കാൻ വള്ളത്തിൽ കിട്ടാൻ മതി. അതാ ഇതേ പിന്നെ ചെറിയ വള്ളത്തിലാണെന്ന് അന്ന് കളഞ്ഞേട്ടോ അല്ലേ? എന്താ ഇങ്ങനെ തന്നെ ഇടാന്? എന്നാ ചാടിപ്പോയി. കരിമീൻ വെള്ളത്തിൽ ഇഷ്ടം പോലെ കരിമീൻ വെള്ളത്തിലാണ്. മോട്ടറിക്ക് കൊടുക്കാം. അതൊക്കെ കലം എടുക്കാവോ? അതോ എൻ്റെ ആ കൊല്ലിക്കകത്ത് ഇട്ടാം. കരയ്ക്ക് വെച്ചേക്കുവാന്ന്. അതാ വെള്ളത്തിൽ ഇടണേ. വെള്ളത്തിൽ ഇടണ കമ്പ് വേണം. അതാ ഓനെ കാല വന്ന് കിടന്ന് ഇടിക്കും. കൊമ്പ് കരിമീൻ പള്ളത്തിയുടെ ബഹളം. ഇതെല്ലാം പാടം കാറ്റടിക്കാൻ മൊത്തം ഇനി മൊത്തം ചുറ്റും ചൂട്. തോളിയുടെ കാര്യമാണ്.
എന്ത് ചെയ്താലും നല്ലപോലെ വൃത്തിയാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. രണ്ടാമതൊരു വൃത്തിയാക്കൽ ഇതിനകത്ത് നടക്കത്തില്ല. എന്നാലും വേണമെങ്കിൽ ആ വല വലിച്ച് കയറ്റിക്കേ. കയറ്റി നമ്മൾ പിന്നെ ഇത് റോഡിലായിരിക്കും വിൽക്കുന്നത്. അപ്പം നമ്മൾ വള്ളത്തെ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് നമ്മളിതിനകത്ത് കരിമീൻ വള്ളത്തെയൊക്കെ നമ്മൾ പെറുക്കി കളയും. പിന്നെ നമ്മൾ റോഡിൽ കൊണ്ടുവല്ലാൻ നിർത്തി ചിലപ്പം ഇതേക്കണ കരിമീൻ വെള്ളം കണ്ടില്ല ആണിക്കുന്നുണ്ട്. അതങ്ങനെ കരിമീൻ വെള്ളത്തിൽ ചിലപ്പോൾ ഒന്നും ഒറ്റയും കാണും. അപ്പം അപ്പാപ്പി കരിമീൻ വെള്ളത്തെ പിടിച്ച് കൊന്നു കളയുകയാണെന്നും പറഞ്ഞ് ആരും കമൻറ്റുമായിട്ട് പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ കിടന്നാലും 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ചത്ത് കഴിഞ്ഞ് പോകും. പിന്നെ നമ്മൾ വള്ളത്തെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് പെറുക്കി കളയാവുന്ന മാക്സിമം ജീവനുള്ളതിനെല്ലാം പെറുക്കി നമ്മൾ ആറ്റിക്കളയും കേട്ടോ. പിന്നെ നമ്മൾ വിൽക്കാൻ സമയത്ത് അവിടെ ഒന്നും ഒറ്റയും കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ചവറ തീർന്നെങ്കിൽ ഈ തൂളി വലുതിനെ മാത്രം എടുത്താൽ പോരെ. വരാൻ അയ്യോ കണ്ടായിരുന്നോ? വരാല് പോയൊന്നുമില്ല. വരാല് പക്ഷെ ഒരു വള്ളം മൊത്തവും പോയ വരാല്. ചെറിയ തൂളിയൊക്കെ പോയി കളയാം. ചെറുതൊക്കെ കളയാം. എന്തായാലും രക്ഷ. അത് മറ്റേ കേട് വരാനാണ്. ആ വരാലിൻ്റെ കാര്യമാണ് വെച്ചത്. കൽത്തിയിടാനാണ് ഇതിൻ്റെ അകത്ത് ചെറുത് കുറേ പെറുക്കി മാറ്റിയാൽ ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞ് കളയാൻ പറ്റും. അത് കളയും. പെറുക്കി വരുമ്പം പെറുക്കേണ്ടത് ഈ കാണുന്നത് ഇതൊക്കെ കളയണ്ടേ. ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ പിന്നെ എവിടെ കൊണ്ട് കളയുന്നത് ഇതൊക്കെ. അങ്ങോട്ടും ഇപ്പം അങ്ങോട്ടും ഊരി ലാറ്റാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ എടുത്ത് മേളിൽ ഇട്ടാലും കുഴപ്പമില്ല. ഇത് ആദ്യം തന്നെ ഇത് കൊണ്ടുവന്ന് അടിയിൽ കൊണ്ടുവന്ന് ഇട്ടാൽ കൊള്ളുന്നില്ല. നമുക്ക് ആ കൊല്ലിയിലേയും ഇതും കൂടെ വള്ളത്തേലും കൊണ്ടുപോയാലേ. കൊണ്ടുപോയത് ഇടല്ലേ. കരിമീനും ഇതെടുത്ത് മാറ്റി വെട്ടെ. ഇവിടെ ഇടും. കൊണ്ടുവാ.
പിന്നെ പുലി എന്നാ അങ്ങോട്ടങ്ങനെ മാറ്റിയാലേ തണല് കിട്ടുമോന്ന് നോക്കി. ആ വളത്തിന് അപ്പുറം പോയാൽ കിട്ടുമോ? അത് കെട്ടടിച്ച് വിട്ടേക്കട്ടെ. വാഹേ അണ്ണാ ഈ അടിവല വലിച്ചേറ്റ അടിവല വലിച്ചില്ലേ നമ്മൾ അതെല്ലാം കയ്യെ സാധിക്കൊണ്ട് നിൽക്കണ്ടേ. അടിവല അങ്ങോട്ട് വലിക്കാം. മതിയല്ലോ. വാഹ ചാറ് വന്നു ഇടി വായിക്കിട്ട് തന്നെ അടിക്കുക. വരാലേ മയങ്ങി നിൽക്കുന്നു. ഇങ്ങോട്ട് വേണം കുറച്ച് പൊക്കുവോ അങ്ങോട്ട് പൊക്കുവോ. വള്ളത്തി വരാല് നിന്ന് കാല് കഴിച്ചു. ആളങ്ങളാ ഈ തൂളിയെല്ലാം കൂടെ എടുത്ത് കയറ്റിയ വിട്ട് തീരുവ. വലിയ തൂളി പെറുക്കാൻ വലിയ തൂളി പെറുക്ക്. വലിയ തൂളി ആ
കൊച്ചുകലത്തിന് ഒരു കലം പിറക്കും. ഇനി അപ്പുറത്തൊന്നും വലിയ തൂളി വരുമ്പോൾ അതും പിറക്കാം. ബാക്കിയൊക്കെ ഇങ്ങോട്ട് തന്നെ കമത്തിക്കളയാം. പള്ളത്തിൽ നമുക്ക് എടുക്കാം. നമ്മളെ ഈ മീനെല്ലാം കൂടെ കീട്ടിക്കൊണ്ട് പോയിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ ഇവിടുത്തെ വലുത് മാത്രം പെറുക്കിയിട്ടും ചെറിയ തൂടിയും ഇതും എല്ലാം കളയാം. ഇപ്പം ഇവിടുത്തെ കാണുന്ന കുറുവാക്കുഞ്ഞും അതും എല്ലാം എടുക്കും. ഇനിയും നമുക്കില്ല അങ്ങോട്ട് എടുക്കാൻ കിടക്കുമല്ലേ. എന്താ എന്നാൽ ഇതിൻ്റെ അകത്ത് ഇപ്പം തൂടി മാത്രം തൽക്കാലം ഇവിടെ. ആ വലിയ കാലം ഇവിടെ. വലിയ കാലത്ത് തൂടി ഇട്ടിട്ട് മറ്റേ ഞാൻ കൊണ്ടുവന്ന കൊല്ലിയില്ലേ, ആ കൊല്ലിക്കകത്തോട്ട് നമുക്ക് ഞാൻ കൊല്ലി കൊണ്ടുവന്നായിരുന്നു. എന്നാൽ കഴുത്തിലാകുമ്പോൾ കരിമീൻ ഇട്ടാകട്ടെ. തൊണ്ണൂറ്റഞ്ച് എന്ത് തന്നെ കുറുവ കാണുന്നല്ലേ നാളം പോലെ ഇട്ടാ കേട്ടോ. പടപ്പ് നാളം പറയാൻ അവന്മാരും വിൽക്കുമ്പോൾ നമ്മളും വിൽക്കുമ്പോൾ വലുത് മാത്രം ഒരുമാതിരി പലുതൊന്ന് പോകുന്ന മാത്രം എടുക്കുക. കൊണ്ടുപോയിട്ട് കൊണ്ടുപോവാം. ഇതങ്ങോട്ടെ ഇതങ്ങോട്ട് ഇത് വിറ്റന്ന് ആ വലുത് എല്ലാം പെറുക്കി ഇങ്ങോട്ട് ഇട്ടിട്ടേ ആ വലുത് അങ്ങോട്ടും പെറുക്കി ഇട്ടിട്ട് ആ പള്ളത്തി നമുക്ക് എടുക്കാം. ആ കുറുവാക്കുഞ്ഞ് നോക്കണം. ഇങ്ങോട്ടും ചാടുന്ന നമ്മളെ ചെറുതെല്ലാം പൊറുക്കി കളയരുത്. ഇത് നോക്കാം ഒന്നൊന്നും നിൽക്കാൻ നിൽക്കാം. എല്ലാം കരിമീൻ വെള്ളത്തിൽ കുഞ്ഞ് പിന്നെ തൂളി തൂളിയും ഇതൊന്നും വരുമ്പോൾ മൊത്തം എടുക്കുന്നില്ല. നമ്മൾ കുറച്ച് രാമത്തിക്കട കാരണം ആ നിൽക്കുന്ന ടീമും നമ്മുടെ പള്ളാത്തുരുത്തിക്കാർ തന്നെ നമ്മളെ സഹോദരങ്ങളുണ്ട്. അപ്പം വിൽക്കുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തായിരിക്കും വിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ തൂളിയൊക്കെയാണ് വിട്ടുപോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ പാലോ നല്ല നടപ്പാലം
ഇത് നമ്മുടെ എതിർ ടീമാ ജോൺസൺ. ആ ജോൺസൺ പേരെ നമ്മളെ സഹായിക്കുക കേട്ടാ. അതെ അതെ അതെ, എതിരെന്ന് പറഞ്ഞാൽ മീൻ പിടുത്തത്തില്ല കേട്ടോ, അല്ലാതെ മറ്റേ നമ്മളെ ലാസ്റ്റ് പോർഷൻ എടുക്കും കേട്ടോ. നമ്മളെ ലാസ്റ്റ് പോർഷൻ എടുക്കും. നമ്മൾ വലുത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കില്ല, ഒരു കൊമ്പമില്ല അങ്ങ് വന്നു. അപ്പം എന്നോട് വലുത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി കളയല്ല. അപ്പം നമ്മൾ വിട്ടേക്കുവാ ബാക്കി. അവരും മത്സരിച്ച് കയറ്റുക. അപ്പം നമ്മൾ ഈ സൈഡ് പള്ളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കൊമ്പൻ കൊമ്പൻ വേറെ വേണമല്ലോ. ഇത് വലിക്കല്ലേ, ഇത് വലിക്കല്ലേ വളർത്ത്. മൊത്തം ചാടിയതാണോ? തൂളി പെറുക്കി കളയുക, വിട്ടേക്കുമല്ലേ? ഇവിടുത്തെ തൂളി കംപ്ലീറ്റ് കളയുക കേട്ടോ. നമ്മൾ ഈ 1 കിലോ തൂളിക്ക് വേണ്ടി നമ്മൾ ഓടിയിട്ടുണ്ട്. ഇത് അഹങ്കാരമല്ല, ഇത് കൊണ്ടുപോയ അതാണ്. അപ്പം വേറെ ആവശ്യക്കാരാരെങ്കിലും വന്ന് പിടിച്ചോളും. കുറച്ചൊക്കെ മോട്ടർ വഴി അടിച്ച് പുറത്ത് പോവുകയും ചെയ്യും. വാളയൊക്കെ ഇട്ടായിരുന്നു. അപ്പം തുറന്നിട്ടുള്ള പൂർണ്ണങ്ങളെ കാണണം. നമ്മൾ തിങ്കളാഴ്ച ഇപ്പം നമ്മൾ കളയുന്ന തൂളിക്ക് വേണ്ടിയായിരിക്കും നമ്മൾ തിങ്കളാഴ്ച ഓടാൻ പോകുന്നത്. മീനിൻ്റെ പണി എന്ന് പറയുന്നതാണ് നമ്മൾ ചുറ്റുമ്പം വാരിക്കുരിക്കും. ഇപ്പോഴും കണ്ട നമുക്ക് വലിയ മീൻ വളരെ കുറവായിരിക്കും കേട്ടോ.
കാരിക്കുഞ്ഞും കൂരിക്കുഞ്ഞും ഉണ്ടല്ലേ. കൂളി കഴിഞ്ഞോ അപ്പം? കൂളി നമ്മളിപ്പം വള്ളത്തെ ഒരു 10-40 കിലോ മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പം 40 കിലോ മേളിൽ കൂളി നമ്മൾ 40 കിലോ മേളിൽ കൂളി നമ്മൾ വള്ളത്തിൽ ഇട്ടിരിക്കുക. അതാണ് നമ്മൾ കൂളി കളയുന്നത് കേട്ടോ. നമുക്ക് കൂളി വേണം. ഫ്രണ്ടിലെ കള്ളി ഇട്ടാൽ മതി അല്ലേ? ഇന്നും ചാടുക. കടിഞ്ഞെന്നുള്ളൊരു ധാരണയാണ്. ഇല്ലെന്നാ അവൻ്റെ ഈ പൊടിപ്പള്ളത്തിൽ എടുക്കും. അവൻ്റെ ഈ തുറന്ന എടുക്കത്തുള്ളൂ ഇപ്പം കോരി വെച്ചേ. അങ്ങനെ നോക്കട്ടെ എല്ലാം കൊണ്ടിടണം. അത് 100 വെച്ചാലും കിലോ വാരി കൊടുക്കണം. അല്ലാതെ ഇതും കൊണ്ട് വന്നാൽ 5 കിലോ പോലും പെറുക്കി കിട്ടത്തില്ല. പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഇപ്പം നമ്മൾ കളയുക പറ്റില്ല. മതിക്കും വലിയ വെള്ളത്തിൽ നമ്മൾ നേരത്തെ കണക്ക് തന്നെ കുറച്ച് തൂളിയെല്ലാം അങ്ങ് പൊറിക്കളഞ്ഞിട്ട് ആ പള്ളത്തിനെ കറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. നമുക്ക് ഇത് കുടയാനുള്ള സമയമില്ല കേട്ടോ. കാരണം മൊത്തം പൊടിമീനും കൂരിയും എല്ലാം. അപ്പം നമ്മൾ അത് കാരണം ഈ വലയും വെച്ച് അവിടെ ചെന്ന് നേരെ വള്ളത്തെ കയറ്റി അങ്ങ് പോത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുടയാനുള്ള സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ വലയൊന്ന് വലിച്ചിങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വേണം അത്. അപ്പം ഞാനും ചെറുക്കപ്പാണ് ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങേ അറ്റം, ഈ ചാലിന് അങ്ങേ അറ്റത്തുനിന്നാണ് ഞങ്ങൾ മുള്ളൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പണിത് ഇവിടം വരെ വന്നിട്ട് നമുക്ക് കിട്ടിയ മീൻ കണ്ടല്ലോ. നമ്മൾ കിട്ടിയ മീൻ പകുതി കൂടുതൽ മീനും നമ്മൾ കളഞ്ഞു. നമ്മുടെ കഷ്ടപ്പാടിനുള്ള എന്നാലും വലിയ മീനൊന്നും കിട്ടിയില്ല. ഈ തൂളിയെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടും ഒരുപാട് കാര്യമില്ല. അത് കാരണമാണ് നമ്മൾ കളഞ്ഞത്. അപ്പം
അപ്പാപ്പിയുടെ നല്ല നല്ല വീഡിയോസുകൾ ഇനി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകും. കാരണം കായലെല്ലാം നമ്മളെ പറ്റി ഇതേ കണക്ക് 10, 30, 35 കായൽ പറ്റാനുള്ളതാണ്. ഇത് ശ്രീമൂലം കായലാണ്. അപ്പം അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴിവൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. പിന്നെ നിങ്ങൾ കൂട്ടുകാരൊക്കെ പറയുക ഇന്ന പോലൊരു ചാനലുണ്ടെന്ന് പറയുക. അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പാപ്പിനെ സപ്പോർട്ട് ചെയ്താലേ അപ്പാപ്പിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുറംവഴി അപ്പം ആ മുള്ളൻ്റെ അകത്തോട്ടിൻ്റെ കയറി വരുന്നത്. ഈ 2 വെള്ളത്തിനും പള്ളത്തി കേട്ടോ. പള്ളത്തിൽ കുറവാക്കുന്നു. നമുക്ക് കിട്ടിയ മീനാണിത്. ഈ വെള്ളത്തെ മൊത്തം തൂളി കരിമീനുണ്ട്. അപ്പുറം 2 കൊമ്പന്മാരും പിന്നെ പള്ളത്തി കേട്ടോ. അതാണ് അപ്പം നമുക്കൊന്ന് കിട്ടിയ മീൻ.